ഐക്യജനാധിപത്യ മുന്നണിയുടെ കൺവീനറായിട്ടുള്ള കെ ബാബു, ദേശീയ രാഷ്ട്രീയത്തിൽ ശ്രദ്ധേയനായ വർഗീയവാദികൾക്കും അക്രമകാരികൾക്കും ജനദ്രോഹ ഭരണം നടത്തുന്ന ഫാസിസ്റ്റ് മനോഭാവം ഉള്ളവർക്കും എന്നെന്നും വെല്ലുവിളി ഉയർത്തിയിട്ടുള്ള, അവരുടെ നേരെ എന്നെന്നും വെല്ലുവിളി ഉയർത്തിയിട്ടുള്ള അവരെ തുറന്നു കാണിക്കാൻ എക്കാലവും ശ്രദ്ധിച്ചു വരുന്ന ഇന്ത്യൻ മതേതരത്വത്തിൻ്റെ ജ്വലിക്കുന്ന പ്രതീകമായ എൻ്റെ പ്രിയപ്പെട്ട അനുജൻ കെ മുരളീധരൻ, പാർട്ടിയാണ് എല്ലാം, പാർട്ടി നിർദ്ദേശം എന്തായാലും നേരിയൊരു എതിർപ്പ് പോലുമില്ലാതെ പൂർണ്ണ മനസ്സാലെ അംഗീകരിച്ച് നടപ്പിലാക്കുന്നതിൽ എക്കാലത്തെയും മാതൃകയായിട്ടുള്ള എൻ്റെ കൊച്ചനുജൻ പ്രിയപ്പെട്ട ശ്രീ പ്രതാപൻ, നമ്മുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ശ്രീ സഹോദരൻ ജോസ്, UDFിൻ്റെ ചെയർമാൻ പ്രിയങ്കരനായ എൻ്റെ അനുജൻ ശ്രീ ഡിൽസൺ, മുൻ DCC പ്രസിഡന്റ് പ്രിയപ്പെട്ട മണലൂരിൻ്റെ മുൻ ജനപ്രതിനിധി കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട PA മാധവൻ, ഇവിടെ ഈ വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതാക്കളെ, എന്നെന്നും ത്രിവർണ്ണ പതാകയേന്തി കോൺഗ്രസിനെ വിജയത്തിലെത്തിക്കുന്നതിനു വേണ്ടി നിശ്ചയദാർഢ്യത്തോടെ അടിപതറാതെ പ്രവർത്തിച്ചു വരുന്ന ഊർജ്ജസ്വലരായ, കോൺഗ്രസ്സാണ് എല്ലാം, UDF ആണ് എല്ലാം എന്ന് മനസ്സിൽ കരുതി പ്രവർത്തിച്ചു വരുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, മണലൂർ നിയോജകമണ്ഡലത്തിൽ ഇന്ന് ചേരുന്ന ഈ കൺവെൻഷനിൽ പങ്കെടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു അവകാശമായി കാണുന്ന ആളാണ് ഞാൻ. മണലൂർ വരിക എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം വീട്ടിലേക്ക് വരുന്ന അനുഭവമാണ്. മണലൂരിൽ എന്നും കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, UDFിൻ്റെ പ്രവർത്തകർ എൻ്റെ കുടുംബാംഗങ്ങളെ പോലെയാണ് ഞാൻ കണ്ടത്. എന്നോട് ബാബു പറഞ്ഞു തുടങ്ങാനൊരു 4 മണിയാകും. ഞാൻ ബാബുവിനോട് പറഞ്ഞത് സാരമില്ല, ഞാനിപ്പോൾ നേരത്തെ വരും. കാരണം പഴയ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ കാണുക എന്നതിൽ പരം മറ്റെന്താണ് സന്തോഷം? എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. പഴയ ഒരുപാട് സഹപ്രവർത്തകരെ, ഞാനൊക്കെ പ്രവർത്തിക്കുന്ന കാലത്ത്, മത്സരിക്കുന്ന കാലത്ത് കോൺഗ്രസിന് വേണ്ടി പാടുപെട്ട് പ്രവർത്തിച്ച, എന്നെ എന്നെന്നും വിജയത്തിലേക്ക് എത്തിച്ച, അതിനുവേണ്ടി പണിപ്പെട്ട പഴയകാല സഹപ്രവർത്തകരെ, അവരുടെ പിൻഗാമികളെ കാണാനും പരിചയം പുതുക്കാനും സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. നമ്മളൊക്കെ ഒരുപാട് തെരഞ്ഞെടുപ്പുകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഓരോ തെരഞ്ഞെടുപ്പും പ്രധാനപ്പെട്ടതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. പക്ഷെ ഒരു കാര്യം ഞാൻ എടുത്തു പറയട്ടെ, എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഇത്രയും കാലത്തെ, ഇത്രയും നാളത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുകയാണ്, ഈ വരുന്ന തെരഞ്ഞെടുപ്പ്, പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അതിപ്രധാനമാണ്, മർമ്മപ്രധാനമാണ്. ജനാധിപത്യ മതേതര രാജ്യമായ ഇന്ത്യ ആ നിലയിൽ തുടരണമോ വേണ്ടയോ എന്ന് നിർണയിക്കുന്ന വിധി നിർണായകമായ തെരഞ്ഞെടുപ്പാണ്
ഇനി വരാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യവും പാരതന്ത്ര്യവും തമ്മിലുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്. അഹിംസയും അക്രമവും തമ്മിലുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്. ജനാധിപത്യവും ഏകാധിപത്യവും തമ്മിലുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്. മതേതരത്വവും വർഗീയതയും തമ്മിലുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്. ജനാധിപത്യ മൂല്യങ്ങളും ഫാസിസ്റ്റ് ഭീകരതയും തമ്മിലുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്. സത്യസന്ധതയും ആത്മാർത്ഥതയും ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ, ജനങ്ങൾക്ക് വേണ്ടി അർപ്പണബോധത്തോടെ പ്രവർത്തിച്ച പശ്ചാത്തലമുള്ളവർ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ, മറുഭാഗത്ത് അഴിമതിയിൽ അധിഷ്ഠിതമായ അധികാരം അഴിമതിക്ക് എന്ന് കരുതി പ്രവർത്തിക്കുന്നവരുമായിട്ടുള്ള പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പ്. അധികാരം ജനനന്മയ്ക്ക് എന്നതാണ് എക്കാലവും കോൺഗ്രസ് ഉയർത്തുന്ന മുദ്രാവാക്യം, UDF ഉയർത്തുന്ന മുദ്രാവാക്യം. പക്ഷെ അധികാരം ജനദ്രോഹത്തിന് എന്ന ലക്ഷ്യവുമായി മുന്നോട്ട് പോകുന്ന ശക്തികളുമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ നാം പോരാടുന്നത്. നമ്മുടെ രാജ്യത്തിന് അഭിമാനകരമായൊരു പശ്ചാത്തലമുണ്ട്. ലോകത്തിന്റെ പല രാജ്യങ്ങളിലും ഭരണമാറ്റമുണ്ടായത്, അധികാര കൈമാറ്റമുണ്ടായത് രക്തരൂക്ഷിതമായ പോരാട്ടങ്ങളുടെയായിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്തിന് ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വാതന്ത്ര്യം കിട്ടിയത്, നാം നേടിയെടുത്തത് അക്രമരഹിതമായ മാർഗത്തിലൂടെ അഹിംസയിൽ അധിഷ്ഠിതമായ ഗാന്ധിയൻ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഗാന്ധിജിയുടെ ധന്യമായ നേതൃത്വത്തിന് കീഴിൽ നടത്തിയ ധാർമ്മിക സമരത്തിലൂടെയാണ്. മഹാത്മാഗാന്ധിയുടെ നേതൃത്വം, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, നേതാജി സുഭാഷ് ചന്ദ്രബോസ്, മൗലാന അബ്ദുൽ കലാം ആസാദ്, സർദാർ വല്ലഭായി പട്ടേൽ എന്നിങ്ങനെയുള്ള ധീരദേശാഭിമാനങ്ങളായിട്ടുള്ള നേതാക്കളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹീതമായിരുന്നു നമ്മുടെ ദേശീയ സ്വാതന്ത്ര്യ സമരം. ദേശീയ സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം തന്നെ സാമൂഹ്യ തിന്മകൾക്ക് എതിരായ പോരാട്ടങ്ങളിലും കോൺഗ്രസ് ശ്രദ്ധിച്ചിരുന്നു. ഗ്രാമങ്ങളുടെ സമുദ്ധാരണത്തിന് വേണ്ട കർമ്മ പരിപാടികൾ അക്കാലത്തെ ആരംഭിച്ചിരുന്നു. ഖാദി ഗ്രാമ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ നിശ്ചയദാർഢ്യത്തോടുകൂടി പ്രവർത്തിച്ചിരുന്നു. സമാനതകളില്ലാത്ത ആ മഹത്തായ സ്വാതന്ത്ര്യ സമരം നടത്തിയ മഹത്തായ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ രാജ്യത്ത് ഭരണം ഏതു വിധത്തിലായിരിക്കും, എങ്ങനെയായിരിക്കും എന്ന് ബ്രിട്ടീഷ് ഭരണാധികാരികളിൽ ചിലരെങ്കിലും ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ചിലർ കരുതിയത് ഇന്ത്യയെ നയിക്കാൻ ഇന്ത്യൻ നേതാക്കൾക്കാവില്ല, ഇന്ത്യ ഛിന്ന ഭിന്നമായി പോകും, ഇന്ത്യ തകർന്നടിയും, ബ്രിട്ടീഷ് ഭരണം ഇല്ലാതെ പോയതിൽ ഇന്ത്യക്കാർ പരിതപിക്കുന്ന കാലമുണ്ടാകും. ആ കണക്ക് കൂട്ടലുകളൊക്കെ അതിലംഘിച്ചുകൊണ്ട്, അസ്ഥാനത്താക്കിക്കൊണ്ട് ഇന്ത്യ ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ ഗാന്ധിയൻ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഡോക്ടർ അംബേദ്കർ എന്ന ഭരണഘടനാ ശില്പിയുടെ നേതൃത്വത്തിൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഭരണഘടനാ നിർമ്മാണ സമിതി തയ്യാറാക്കിയ ഇന്ത്യൻ ഭരണഘടന, ആ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തി മുന്നോട്ടു പോകുന്ന ആവേശകരമായ ചിത്രമാണ് ലോകം കണ്ടത്. ആദ്യ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് 364 സീറ്റ് കിട്ടി. അന്നത്തെ പ്രതിപക്ഷ കക്ഷിയായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേവലം 16 സീറ്റ് മാത്രമാണ് കിട്ടിയത്. പക്ഷെ ജനാധിപത്യവാദിയായ ജവഹർലാൽ നെഹ്റു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, പ്രതിപക്ഷത്തിന്
ഔദ്യോഗിക പ്രതിപക്ഷമാകാനുള്ള അവകാശവാദം ഉന്നയിക്കാനുള്ള അംഗബലമില്ലെങ്കിലും അവരെ അംഗീകൃത പ്രതിപക്ഷത്തിന്റെ പദവി നൽകി ആദരിച്ചു, അംഗീകരിച്ചു. പാർലമെന്റ് നടക്കുമ്പോൾ ജവഹർലാൽ നെഹ്റു ഒരിക്കലും പുറത്തു പോകാറില്ല, വിദേശത്ത് പോകാറില്ല. രാജ്യത്തെ ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന വിവിധ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള നിയമനിർമ്മാണങ്ങൾ കൃത്യമായ ചർച്ചയിലൂടെ നടപ്പാക്കി, എല്ലാം ജനാധിപത്യപരമായ മാർഗത്തിലൂടെ. അക്കാലത്തെ പാർലമെന്റ് നടപടികൾ വായിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരാവേശമാണ്. ഇടക്കാലത്ത് പാർലമെന്റ് അംഗമായ അവസരത്തിൽ പാർലമെന്റ് ലൈബ്രറിയിൽ ചെന്നിരുന്ന് പഴയകാല പ്രൊസീഡിങ്സ് വായിക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരാവേശമാണ് മനസ്സിലുണ്ടാകുക. ഞാൻ ആലോചിക്കുകയായിരുന്നു, ആ പാർലമെന്റ് എവിടെ? ചുരുക്കി പറഞ്ഞാൽ ആദ്യത്തെ കോൺഗ്രസ് ഇതര ഗവൺമെന്റ് മൊറാർജി ദേശായിയുടെ ഗവൺമെന്റ് 77 വന്നു. അക്കാലത്താണ് ആദ്യമായി പാർലമെന്റിലേക്ക് ഞാൻ തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഒരു കാര്യം എടുത്തു പറയട്ടെ, നെഹ്റുവിയൻ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് അക്കാലത്തും പാർലമെന്റ് കൃത്യമായി പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് എന്റെ അനുഭവത്തിലൂടെ പറയാൻ സാധിക്കും. പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്താണ്? പാർലമെന്റിൽ സംസാരിക്കുന്നത് സർക്കാരിനെതിരാണെങ്കിൽ, പ്രധാനമന്ത്രിക്കെതിരാണെങ്കിൽ, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾ, അധികാര ദുർവിനിയോഗം, അഴിമതി, അദാനിമാർക്ക് മുമ്പിൽ രാജ്യത്തിന്റെ സമ്പൽ വ്യവസ്ഥയെ അടിയറ വയ്ക്കുന്ന ആ രീതി, അതൊക്കെ ചോദ്യം ചെയ്താൽ, അതിനെതിരെ പ്രസംഗിച്ചാൽ, പ്രസംഗിക്കുന്നവരുടെ ആ വാക്കുകൾ രേഖയിൽ നിന്നും നീക്കം ചെയ്യുന്നത് ഒരു പതിവായി മാറി. മുൻ കോൺഗ്രസ് അധ്യക്ഷനായ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ അദാനിക്കെതിരെ, അദാനിക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ഇന്ത്യൻ സമ്പൽ വ്യവസ്ഥ അടിയറ വയ്ക്കുന്ന ആ തെറ്റായ രീതിയെ ചോദ്യം ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചപ്പോൾ, ശ്രീ മല്ലികാർജുൻ ഖാർഗെ രാജ്യസഭയിൽ പ്രസംഗിച്ചപ്പോൾ അതൊക്കെ രേഖയിൽ നിന്നും നീക്കം ചെയ്തു. എന്തിനേറെ, രാഹുൽ ഗാന്ധിയെ ലോക്സഭയിൽ നിന്നും അയോഗ്യനാക്കി പുറംതള്ളി. പിന്നീട് സുപ്രീം കോടതിയുടെ ഇടപെടലിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം തിരിച്ചെത്തിയത്. ഈ കഴിഞ്ഞ പാർലമെന്റിന്റെ അവസ്ഥ എന്താണ്? ഒരു ദിവസം പാർലമെന്റിൽ അക്രമമുണ്ടായി. ഏതാനും അക്രമികൾ പാർലമെന്റിനകത്ത് ചാടി വീണ് സ്ഫോടനം നടത്തി. പാർലമെന്റിന് നൽകുന്ന സുരക്ഷയുടെ കാര്യത്തിൽ അതിഗുരുതരമായ വീഴ്ച. ഇന്ത്യൻ പാർലമെന്റ് സുരക്ഷയിൽ പരാജയപ്പെട്ട ഒരു ദിവസം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം, നരേന്ദ്രമോദിയും അമിത്ഷായും പാർലമെന്റിന് സുരക്ഷ ഒരുക്കുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ട സന്ദർഭം. കോൺഗ്രസ് പറഞ്ഞു അതേക്കുറിച്ച് പാർലമെന്റിൽ ചർച്ച ചെയ്യണം. കോൺഗ്രസ് പറഞ്ഞു അതേക്കുറിച്ച് ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന വേണം, ആഭ്യന്തരമന്ത്രി മറുപടി പറയണം, ചർച്ചയ്ക്ക് അവസരമുണ്ടാക്കണം. ഈ കാര്യം നിരന്തരമായി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ അത് ആവശ്യപ്പെട്ട പ്രതിപക്ഷ എംപിമാരെ 141 പേരെ, ശ്രീ കെ മുരളീധരൻ ഉൾപ്പെടെയുള്ള, ടി എൻ പ്രതാപൻ ഉൾപ്പെടെയുള്ള, രമ്യ ഹരിദാസ് ഉൾപ്പെടെയുള്ള, ബെന്നി ബെഹനാൻ ഉൾപ്പെടെയുള്ള, സമദാനി ഉൾപ്പെടെ, ടി മുഹമ്മദ് ബഷീർ ഉൾപ്പെടെ 140 എംപിമാരെ സസ്പെൻഡ് ചെയ്തു. 141 എംപിമാരെ സസ്പെൻഡ് ചെയ്തു. 141 എംപിമാരെ സസ്പെൻഡ് ചെയ്ത് പ്രതിപക്ഷമില്ലാത്ത പാർലമെന്റിലാണ് സുപ്രധാനമായ നിയമനിർമ്മാണം നടത്തിയത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് അംഗങ്ങളെ നിശ്ചയിക്കുന്ന അതിപ്രധാനമായ ബില്ല് നേരത്തെ പ്രധാനമന്ത്രിയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും പ്രതിപക്ഷ നേതാവും ചേർന്നാണ് നിശ്ചയിച്ചിരുന്നതെങ്കിൽ ചീഫ് ജസ്റ്റിസിന് പകരം പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന മറ്റൊരാളെ
ഏർപ്പെടുത്തുന്ന ആ ഭേദഗതി, അതുപോലെ ക്രിമിനൽ പ്രൊസീജിയർ നിയമം, ഇന്ത്യൻ എവിഡൻസ് നിയമം, ഇന്ത്യൻ പീനൽ കോഡ്, അതൊക്കെ ഭേദഗതി വരുത്തുന്ന നിയമം ഏകപക്ഷീയമായി, അതിന്റെ ഭേദഗതികൾ ഏകപക്ഷീയമായി പാസാക്കി. എന്നുവെച്ചാൽ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത് പോലെ പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം ആരായാതെ, ചർച്ച കൂടാതെ നിയമനിർമ്മാണം നടത്തിയ അത്യപൂർവമായ സംഭവം. ചർച്ച കൂടാതെ അംഗങ്ങളെ, പ്രതിപക്ഷത്തുള്ള അംഗങ്ങളെ സസ്പെൻഷനിൽ നിർത്തിക്കൊണ്ട് 141 പേരെ സസ്പെൻഷനിൽ നിർത്തിക്കൊണ്ട് എന്ത് പാർലമെന്റാണ്, എന്ത് ജനാധിപത്യമാണ്, എന്ത് ചർച്ചയാണ്? നിരർത്ഥകമായ ഒരു സമീപനം. ജനാധിപത്യത്തെ കേവലം ഒരു പാഴ്വേലയാക്കി, ജനാധിപത്യത്തെ കേവലം അർത്ഥശൂന്യമാക്കി, ജനാധിപത്യത്തിന്റെ സർവ അന്തസത്തയും ഇല്ലാതാക്കി. ഏകാധിപത്യം. സ്വീഡൻ ആസ്ഥാനമായ ഒരു സംഘടന ഇന്ത്യയിലെ ജനാധിപത്യത്തെക്കുറിച്ച് പറഞ്ഞത്, ഇന്ത്യയിലുള്ളത് ഇലക്ടറൽ ഓട്ടോക്രസിയാണ് എന്നാണ്. ഇലക്ടറൽ ഓട്ടോക്രസി, തെരഞ്ഞെടുക്കപ്പെട്ട ഏകാധിപത്യം, അതാണ് ഇന്ത്യയിലുള്ളത്, അതാണ് നിലനിൽക്കുന്നത്. സ്വാതന്ത്ര്യത്തിനു വേണ്ടി നമ്മുടെ പൂർവികരായ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഐതിഹാസികമായ സമരത്തിന്റെ, ത്യാഗനിർഭരമായ സമരത്തിന്റെ അടിസ്ഥാനത്തിൽ നേടിയെടുത്ത രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം അർത്ഥശൂന്യമാകുന്നു. ജനാധിപത്യം അർത്ഥശൂന്യമാകുന്നു. നാം ജീവവായു പോലെ ഉയർത്തിപ്പിടിക്കുന്ന മതേതരത്വം അർത്ഥശൂന്യമാകുന്ന സാഹചര്യം. ചുരുക്കി പറഞ്ഞാൽ, ജനാധിപത്യം വീണ്ടെടുക്കാൻ ഇന്ത്യയിൽ ആളിപ്പടരുന്ന, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആളിപ്പടരുന്ന വർഗീയ ഫാസിസത്തെ ചെറുക്കാൻ, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പിലൂടെ നിലവിൽ വരുന്ന ഏകാധിപത്യത്തെ ഇല്ലാതാക്കാൻ ശക്തമായ ഒരു പോരാട്ടം, അതാണ് ഈ തെരഞ്ഞെടുപ്പ്. അക്ഷരാർത്ഥത്തിൽ ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ് ഈ തെരഞ്ഞെടുപ്പ് എന്ന് അതിന് വലിയ ഗൗരവത്തോടുകൂടി നമ്മൾ നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. വർഗീയ ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടം, നാം നേടിയ സ്വാതന്ത്ര്യത്തിന്റെ അന്തസത്ത നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടം, ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന മഹത്തായ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന സാഹചര്യം നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടം. എന്തിനേറെ പറയുന്നു, ഇന്നലെയാണല്ലോ ഇന്നലെ ഇപ്പോൾ ഒരു പുതിയ പൗരത്വ നിയമ ഭേദഗതി, അതിന്റെ ചട്ടങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. 4 വർഷം മുമ്പ് പാർലമെന്റ് പാസാക്കിയതാണ്, 4 വർഷം മുമ്പ് രാഷ്ട്രപതി ഒപ്പിട്ടതാണ്. ആ നിയമം ശക്തമായ എതിർപ്പ് വന്നതിനെ തുടർന്ന് ജനാധിപത്യവാദികളുടെ ഭാഗത്തു നിന്നും, മതേതരവാദികളുടെ ഭാഗത്തു നിന്നും ശക്തമായ എതിർപ്പ് വന്നതിനെ തുടർന്ന് അവർ നിഷ്ക്രിയമാക്കി, നിർജീവമാക്കി. അത് തെരഞ്ഞെടുപ്പിന്റെ ഈ അവസാന മണിക്കൂറുകളിൽ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുമ്പ് അത് പാസാക്കിയിരിക്കുന്നു. അതിന്റെ ചട്ടങ്ങൾ പാസാക്കിയിരിക്കുന്നു. ആ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിന്റെ ചട്ടങ്ങൾ പാസാക്കിയിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, മതത്തിന്റെ അടിസ്ഥാനത്തിൽ പൗരത്വം നിശ്ചയിക്കുന്ന വളരെ തെറ്റായ ജനാധിപത്യ വിരുദ്ധമായ, ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണ് കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുള്ളത്. അതിനെതിരെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള നിരവധി സംഘടനകൾ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. 236ഓളം സംഘടനകൾ സമീപിച്ചിട്ടുണ്ട്. TN പ്രതാപൻ ഉൾപ്പെടെയുള്ള MP-മാർ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ഒരു സംശയവും എനിക്കില്ല, കോടതിയിൽ ചെന്നാൽ ഈ സർക്കാരിന് നല്ല അടി കിട്ടും എന്നതിൽ ഒരു സംശയവുമില്ല. സാമാന്യ നിയമം അറിയാവുന്ന ആർക്കും ബോധ്യപ്പെടുന്നൊരു കാര്യമാണ്. ഇപ്പൊ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്ന മഹാ തട്ടിപ്പ് ഈ രാജ്യത്തെ അഴിമതിക്കാരായ വൻകിട സമ്പന്നന്മാരിൽ നിന്നും
BJP ധനശേഖരം നടത്തുന്നതിന് അവരുണ്ടാക്കിയ നിയമം. അതിന് നമ്മുടെ രാജ്യത്തിന്റെ ബാങ്കിംഗ് സംവിധാനത്തെ ദുരുപയോഗപ്പെടുത്തുന്നു. പ്രഥമ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ ദുരുപയോഗപ്പെടുത്തുന്നു. സുപ്രീം കോടതി ശരിക്ക് അടി കൊടുത്തു. ഇതെല്ലാം പുറത്തു വരണം. അതിന്റെ മുഴുവൻ വിവരങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിജ്ഞാപനത്തിലൂടെ അത് ജനങ്ങൾ അറിയിക്കണം. ഒരു അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട്. എത്രത്തോളം ശരിയാണെന്ന് എനിക്ക് അറിയാൻ വയ്യ. ഈ ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ച് സർക്കാരിന് സുപ്രീം കോടതിയിൽ നിന്നും കിട്ടിയ കനത്ത പ്രഹരം, അതിൽ നിന്നും ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടി കൂടിയായിരിക്കണം ഒരുപക്ഷെ ഈ നിയമത്തിൽ, ഈ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്നത് എന്നൊരു അഭിപ്രായമുണ്ട്. എനിക്ക് യാതൊരു സംശയവുമില്ല, ഇതെല്ലാം BJPയുടെ വർഗീയ അജണ്ട തന്നെയാണ്. ഇന്ത്യയിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കുക, ഇന്ത്യൻ ജനതയെ വിഭജിക്കുക, ഭിന്നിപ്പിച്ച് ഭരിക്കുക, അതുവഴിയായി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ കഴിയുമോ എന്ന് ശ്രമിച്ചു നോക്കുക. അതുകൊണ്ട് രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന, രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ തകർക്കുന്ന, മതേതര മൂല്യങ്ങളെ തകർക്കുന്ന, രാജ്യ പുരോഗതിയെ തടയുന്ന, രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ അദാനിക്ക് വേണ്ടി, അംബാനിക്ക് വേണ്ടി അടിയറ വയ്ക്കുന്നു. നമുക്കറിയാം, സാധാരണക്കാരനായ ഒരു കൃഷിക്കാരൻ, ഒരു സാധാരണക്കാരൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ലോൺ കിട്ടണമെങ്കിൽ എന്താ പാട്? ലോൺ 50,000 രൂപ, 25,000 രൂപ, 1,00,000 രൂപ ലോൺ തിരിച്ചടച്ചില്ലെങ്കിൽ സർഫാസി നിയമം അവരുടെ തലയ്ക്ക് മുകളിൽ ഡെമോക്രസിന്റെ വാള് പോലെ തൂങ്ങിക്കിടക്കുകയാണ്. നേരെ ജപ്തിയാണ്. അതേ സമയത്ത് അദാനി നമ്മുടെ രാജ്യത്തിന്റെ ദേശസൽകൃത ബാങ്കുകളിൽ നിന്നും, ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും മോദിയുടെ ഔദാര്യത്തോടുകൂടി നേടിയ ലോണിന്റെ കണക്ക് നിങ്ങൾക്കറിയാമോ? 2.27 ലക്ഷം കോടി രൂപയാണ്. 2.27 ലക്ഷം കോടി രൂപ നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്നും, ദേശസൽകൃത ബാങ്കിൽ നിന്നും, മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും എടുത്തിരിക്കുന്നു. അതിൽ 1.61 ലക്ഷം കോടി രൂപ ഇന്ത്യയിലെ ബാങ്കുകളിൽ നിന്നും 65,000 കോടി രൂപ വിദേശ ബാങ്കുകളിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഈ മോഡിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നുണ്ട്. ഈ അദാനി എടുത്ത ലോണിന് വല്ല ഗ്യാരണ്ടി ഉണ്ടോ? എന്നെങ്കിലും ഒരു ദിവസം ഇത് തകർന്നു വീണാൽ, അദാനിയുടെ സാമ്പത്തിക സാമ്രാജ്യം തകർന്നു വീണാൽ, അതോടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർന്നു പോകുന്ന ഒരു തലത്തിലേക്ക് നരേന്ദ്രമോദി രാജ്യത്തെ എത്തിച്ചിരിക്കുന്നു എന്നുള്ളത് അതീവ ഗൗരവത്തോടുകൂടി കാണണം. ഇന്ത്യയിലെ ജനങ്ങളുടെ ജീവൻ സുരക്ഷ ഉറപ്പുവരുത്തുന്ന ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ, ദേശസൽകൃത ബാങ്കുകൾ, എന്തിനേറെ ഇപ്പോൾ പുതിയൊരു സംവിധാനം വന്നിരിക്കുകയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും ലോൺ കിട്ടണമെങ്കിൽ അദാനി ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ കൂടി വേണം എന്നൊരു സംഗതി വന്നിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ, ബ്രിട്ടീഷുകാരിൽ നിന്നും നാം നേടിയ സ്വാതന്ത്ര്യം, നാം കൈവരിച്ച ജനാധിപത്യം, നാം കൈവരിച്ച സാമ്പത്തിക സ്വാതന്ത്ര്യം അദാനിക്ക് വേണ്ടി, അംബാനിമാർക്ക് വേണ്ടി, വൻകിട കോർപ്പറേറ്റുകൾക്ക് വേണ്ടി അടിയറ വയ്ക്കുന്നൊരു സാഹചര്യം. സാധാരണക്കാരൻ ലോൺ എടുത്താൽ സമയത്തിന് തിരിച്ചടച്ചില്ലെങ്കിൽ അവർക്ക് ജപ്തി. അതേ സമയത്ത് ഇന്ത്യയിലെ വൻകിട കുത്തക പ്രമാണിമാർ ലോൺ എടുത്താൽ തിരിച്ചടച്ചില്ലെങ്കിൽ കിട്ടാക്കടമായി മാറിയാൽ അത് കേന്ദ്ര സർക്കാർ എഴുതിത്തള്ളുന്ന രീതി. നിങ്ങളുടെ ഭീകരത മനസ്സിലാക്കണം. 2014-15 മുതൽ 2022-23 വരെയുള്ള 9 ധനവർഷ കാലയളവിൽ 14,56,226 കോടി രൂപയാണ് നരേന്ദ്രമോദി സർക്കാർ കിട്ടാക്കടം വൻകിട സമ്പന്നരുടെ എഴുതിത്തള്ളിയത്. ഒന്ന് ആലോചിച്ച് നോക്കണം.
അവരുടെ കിട്ടാക്കണം കോടിക്കണക്കിന് രൂപ, 14 ലക്ഷം കോടി രൂപ എഴുതിത്തള്ളുക. പാവപ്പെട്ട കർഷകൻ ലോൺ തിരിച്ചടയ്ക്കാൻ നിവൃത്തിയില്ലാതെ എത്രയോ കൃഷിക്കാരാണ് ആത്മഹത്യ ചെയ്തത്. കർഷക ആത്മഹത്യ ഇത്രയേറെ വർദ്ധിച്ച ഒരു കാലം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? UPA സർക്കാർ, സോണിയാഗാന്ധി ചെയർപേഴ്സണായിട്ടുള്ള UPA സർക്കാർ 2008 കാർഷിക കടാശ്വാസ പദ്ധതി പ്രകാരം 71,680 കോടി രൂപയുടെ വരുന്ന വായ്പകൾ, കർഷകരുടെ വായ്പകൾ എഴുതി തള്ളി. എന്നാലോചിക്കണം, 71,680 കോടി രൂപ വരുന്ന കാർഷിക വായ്പകൾ എഴുതി തള്ളി. അതേ സമയത്താണ് ഇന്ന് വൻകിട കുത്തകക്കാരെ പ്രോത്സാഹിപ്പിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ നിയമങ്ങൾ വെച്ചുകൊണ്ട് കർഷകരുടെ കിട്ടാക്കടം ജപ്തിയിലേക്ക് നീങ്ങുന്നത്. ഒരുതരം സാമ്പത്തിക അരാജകാവസ്ഥ രാജ്യത്തുണ്ടായിരിക്കുകയാണ്. ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നു. വെറുപ്പിന്റെ രാഷ്ട്രീയം, വിദ്വേഷത്തിന്റെ രാഷ്ട്രീയം, ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന രീതി, മതപരമായി വിഭജനത്തിലേക്ക് നീങ്ങുന്നു, ഭിന്നിപ്പിക്കുന്നു. ഈ രീതിയിൽ ഐക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ജനങ്ങളെ ഒന്നിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മുന്നോട്ട് പോയതെങ്കിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നത് ഒരു രീതിയായി മാറിയിരിക്കുന്നു. മതാടിസ്ഥാനത്തിൽ പൗരത്വം കൊടുക്കുന്ന രീതി, ഇന്ത്യൻ ഭരണഘടനയിലെ സമത്വം എന്നുള്ളത് ഇല്ലാതാക്കുന്ന രീതി, ആ രീതി രാജ്യത്ത് ആപൽക്കരമായ തലത്തിലേക്ക് നീങ്ങും. ഒരു കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ആദ്യം ചെയ്യുന്നത് ഈ പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നല്ലോ BJP, നരേന്ദ്രമോദി, ഇത് തള്ളിക്കളയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരേണ്ടത് ആവശ്യമാണ്. ഞാൻ ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ എടുത്തു പറയട്ടെ. ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ച് നാം പറയുമ്പോൾ, പാർലമെന്ററി സമ്പ്രദായത്തിന്റെ തകർച്ചയെക്കുറിച്ച് നാം പറയുമ്പോൾ, പാർലമെന്റുകളെ നിഷ്ക്രിയമാക്കിയ, നിശ്ചലമാക്കിയ ആ സാഹചര്യത്തെക്കുറിച്ച് പറയുമ്പോൾ, ഇതിനൊക്കെ എതിർക്കുന്നു എന്ന് അവകാശപ്പെടുന്ന മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വത്തിലുള്ള ഏക ഗവൺമെന്റ് കേരളത്തിലാണല്ലോ ഉള്ളത്. ശ്രീ പിണറായി വിജയൻ നയിക്കുന്ന ഗവൺമെന്റ്. ഈ ഗവൺമെന്റിന്റെ കീഴിൽ നടക്കുന്നത് എന്താണ്? ഈ ഗവൺമെന്റിന്റെ കീഴിൽ നടക്കുന്നത് മറ്റൊന്നുമല്ല. ഈ ഗവൺമെന്റിന്റെ കീഴിൽ നടക്കുന്നത് ജനാധിപത്യ വിരുദ്ധമായ നടപടികളാണ്. കഴിഞ്ഞ ദിവസമാണ്, ഞാൻ അസംബ്ലി ശ്രദ്ധിക്കാറുണ്ട്, കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ MLA ഊർജ്ജസ്വലനായ ശ്രീ മാത്യു കുഴൽനാടൻ നിയമസഭയിൽ നമ്മുടെ ഇൻകം ടാക്സ് ഇന്ററിം ബോർഡിന്റെ കണ്ടെത്തൽ, അതായത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് കരിമണൽ കമ്പനി, കർത്താവിന്റെ കമ്പനി 1,72,00,000 രൂപ യാതൊരു സേവനമില്ലാതെ നൽകിയതുമായി ബന്ധപ്പെട്ട് ചർച്ച ഉന്നയിക്കാൻ എഴുതി കൊടുത്തപ്പോൾ എല്ലാ അംഗങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കാൻ നിയമസഭയിൽ കൃത്യമായ ചർച്ചയ്ക്ക് അവസരമുണ്ടാക്കാൻ ബാധ്യസ്ഥനായ നിയമപ്രകാരമുള്ള ചട്ടപ്രകാരമുള്ള ചർച്ചയ്ക്ക് അവസരമുണ്ടാക്കാൻ ബാധ്യതപ്പെട്ട ബഹുമാനപ്പെട്ട സ്പീക്കർ മൈക്ക് ഓഫ് ചെയ്തു. കുഴൽനാടനെ അനുവദിച്ചില്ല. ഒന്ന് ആലോചിച്ചു നോക്കണം. നരേന്ദ്രമോദിയുടെ സമീപനവും കേരളത്തിലെ പിണറായി വിജയന്റെ സമീപനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? പാർലമെന്റിൽ ചർച്ച അനുവദിക്കുന്നില്ല നരേന്ദ്രമോദി ഭരണകൂടം, ഇവിടെയും ചർച്ച അനുവദിക്കുന്നില്ല പിണറായി ഭരണകൂടം. യഥാർത്ഥത്തിൽ പിണറായി മോഡി തമ്മിൽ പ്രവർത്തനത്തിൽ വളരെയേറെ സാദൃശ്യം, സമാനതകൾ പ്രകടമായി കാണുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കഴിയുന്നത്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് നമുക്കറിയാം, എത്രയോ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരെ നാം കണ്ടിട്ടുണ്ട്.
ആദരണീയനായ EMS നമ്പൂതിരിപ്പാട്, ബഹുമാനപ്പെട്ട നായനാർ, ബഹുമാന്യനായ അച്യുതാനന്ദൻ, ഇങ്ങനെ അതുപോലെ കമ്മ്യൂണിസ്റ്റുകാരായ മുഖ്യമന്ത്രിമാർ, കോൺഗ്രസിന്റെ പിന്തുണയോടെ ഭരിച്ച അച്യുതമേനോൻ, കോൺഗ്രസ് പിന്തുണയോടെ ഭരിച്ച PK വാസുദേവൻ നായർ, ഈ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരായ എത്രയോ മുഖ്യമന്ത്രിമാരെ കണ്ടിരിക്കുന്നു. ആ മുഖ്യമന്ത്രിമാർ ആരും അവരെ കുറിച്ചൊന്നും ഇതുപോലെ ആക്ഷേപം വന്നിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കാലത്ത് പാവങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട പ്രസ്ഥാനം, സാധാരണക്കാർക്ക് വേണ്ടി നിലകൊണ്ട പ്രസ്ഥാനം, തൊഴിലാളികൾക്ക് വേണ്ടി നിലകൊണ്ട പ്രസ്ഥാനം, ആ പ്രസ്ഥാനം സംശുദ്ധമായ പൊതുപ്രവർത്തനത്തിന്റെ ഉടമകളായിരുന്ന പല നേതാക്കളാൽ നയിക്കപ്പെട്ട പ്രസ്ഥാനം ഇന്ന് എവിടെ എത്തിയിരിക്കുന്നു? വൻകിട കമ്പനികളുടെ ദാസന്മാരായി മാറിയിരിക്കുന്നു, വിനീത വിധേയരായി മാറിയിരിക്കുന്നു. കരിമണൽ കർത്താവിന്റെ ഉദ്യോഗസ്ഥന്മാർ ഇൻകം ടാക്സ് ട്രിബ്യൂണലിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, അവരുടെ പല സംരംഭങ്ങളുണ്ട്. ഈ കരിമണൽ ഖനനം അവരുടെ ഒരു സംരംഭമാണ്. അവരുടെ കരിമണൽ ഖനനത്തിനെതിരെ MP ആയിരുന്നപ്പോൾ സമരം നടത്തിയ പശ്ചാത്തലമാണ്. എന്നെ പോലുള്ളവർക്ക് ശക്തമായി പോരാട്ടം നടത്തിയിരുന്നു. എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് 2003 ജൂൺ 16 ആലപ്പുഴ വലിയഴിക്കിൽ നിന്നും ആലപ്പുഴ നടത്തിയ ലക്ഷങ്ങൾ പങ്കെടുത്ത മനുഷ്യക്കോട്ട, അതേ തുടർന്നാണ് ആ നീക്കങ്ങളൊക്കെ ഉപേക്ഷിച്ചത്. അന്ന് ആ സമരത്തിൽ പങ്കാളിയായ CPM ആ ആശയങ്ങളും നയങ്ങളൊക്കെ കൈവിട്ടുകൊണ്ട് അതേ കരിമണൽ കർത്താവിൽ നിന്നും ധനം സ്വീകരിക്കുന്ന തലത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആ കമ്പനി പറഞ്ഞ എന്താണ്? 135 കോടി രൂപ ഞങ്ങൾ രാഷ്ട്രീയക്കാർക്ക്, ഞങ്ങൾ ഉദ്യോഗസ്ഥന്മാർക്ക്, ഞങ്ങൾ പോലീസുകാർക്ക്, ഞങ്ങൾ മാധ്യമപ്രവർത്തകർക്ക് കൊടുത്തിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. എന്തിനാണ്? അവർ തുടങ്ങുന്ന പല സംരംഭങ്ങളും ജനവിരുദ്ധമാണ്. അവർ തുടങ്ങുന്ന പല സംരംഭങ്ങളും നാടിനെ നശിപ്പിക്കുന്നതാണ്. തീരശോഷണം ഉണ്ടാക്കുന്നു, തീരത്തെ നശിപ്പിക്കുന്നു. കുട്ടനാടിനെ സേവിക്കുക, കുട്ടനാടിന്റെ പ്രളയജലം കളയാനെന്ന പേരിൽ അതും ഒരു തെറ്റായ കാര്യമാണ് പറയുന്നത്. കുട്ടനാടിന് വേണ്ടി ചെയ്യേണ്ടതൊന്നും ചെയ്തിട്ടില്ല. ഞങ്ങളൊക്കെ കുട്ടനാടിന് വേണ്ടി പലതും പറഞ്ഞതാണ്. അതൊന്നും ചെയ്യാതെ കുട്ടനാടിന്റെ പേര് പറഞ്ഞുകൊണ്ട് തോട്ടപ്പള്ളിയിൽ കരിമണൽ ഖനനത്തിന് അനുമതി കൊടുത്തത്, അതിന്റെ പിന്നാമ്പുറങ്ങൾ ഇപ്പൊ എല്ലാം മാധ്യമങ്ങൾ തന്നെ പുറത്തു കൊണ്ടുവന്നിരിക്കുന്നു. ഏതായാലും എനിക്കൊരു ആശ്വാസമുണ്ട്. ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നിയമപ്രകാരമുള്ളൊരു സംവിധാനമാണ്. ആ സംവിധാനം അതേക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. അതോടുകൂടി പിണറായിയും കൂട്ടരും തികഞ്ഞ പരിഭ്രാന്തിയിലാണ്. പക്ഷേ ആ അന്വേഷണം നേരെ ചൊവ്വെ നടന്നാൽ, എനിക്ക് യാതൊരു സംശയമില്ല, നേരെ ചൊവ്വെ നടന്നാൽ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന, അധികാര സ്ഥാപനങ്ങളെ നയിക്കുന്ന ബഹുമാന്യനായ പിണറായി ഉൾപ്പെടെയുള്ളവർ അവരുടെ സ്ഥാനം ജയിലിലാകും എന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. പക്ഷെ അവിടേക്ക് എത്തിക്കുമോ കൂടി CPM-ഉം BJP-യും തമ്മിൽ അന്തർധാരയുണ്ട്. നമുക്കറിയാം, ED രാജ്യം മുഴുവൻ ED അരങ്ങ് തകർക്കുകയാണ്. കേരളത്തിലും എത്രയോ സംഭവങ്ങളുണ്ടായി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ടല്ലേ സ്വർണ്ണക്കടത്തുണ്ടായത്? മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള ശിവശങ്കർ ജയിലിലായിരുന്നില്ലേ? നമുക്കറിയാം, ഒരു മന്ത്രി, ഞാനും മന്ത്രിയായിരുന്നു, ശ്രീ മുരളീധരൻ കുറച്ചു കാലം മന്ത്രിയായിരുന്നു. മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ, സെക്രട്ടറി ടു ദി മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ മന്ത്രിക്ക് സമാനമായി ഉത്തരവാദിത്തമുള്ള ആളാണ്. അങ്ങനെ നിയമപരമായി ബാധ്യതപ്പെട്ട ശിവശങ്കർ, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, സ്വർണ്ണക്കടത്ത് കേസിൽ ഇടപെട്ടതിന്റെ പേരിൽ, ലൈഫ് പദ്ധതിയിൽ തട്ടിപ്പ് നടത്തിയതിന്റെ പേരിൽ, മറ്റു പല സംഭവങ്ങളുടെ പേരിൽ ഇന്ന് ജയിലിൽ പോയിരിക്കുന്നു. പല കാര്യങ്ങളിലും ഊർജ്ജസ്വലതയോടെ നോക്കുന്ന ED സെക്രട്ടേറിയറ്റിന്റെ ഭാഗത്തേക്ക്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല.
എന്തുകൊണ്ടാണ്? അവിടെയാണ് CPM-ഉം BJP-യും പിണറായിയും നരേന്ദ്രമോദിയും തമ്മിലുള്ള അന്തർധാര. അക്ഷരാർത്ഥത്തിൽ പ്രകടമാകുന്ന അന്തർധാരയാണ്. ഈ അന്തർധാര പ്രവർത്തിച്ചില്ലെങ്കിൽ ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നേരെ ചൊവ്വേ സത്യസന്ധമായി അന്വേഷണം നടത്തിയാൽ, അവരുടെ കൈകൾക്ക് വിലങ്ങ് വന്നില്ലെങ്കിൽ, നരേന്ദ്രമോദിയുടെ ഭാഗത്തുനിന്നും വിലങ്ങുണ്ടായില്ലെങ്കിൽ, ഒരു സംശയവും വേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞത് സംഭവിച്ചിരിക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. ചുരുക്കി പറഞ്ഞാൽ, ഒരു ഭാഗത്ത് ജനാധിപത്യ ധ്വംസനം, മറുഭാഗത്ത് അഴിമതി, രാജ്യത്തെ ജനങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഇവർക്ക് ചിന്തയില്ല. രാജ്യം അതിഗുരുതരമായ വിലക്കയറ്റത്തിലേക്ക് നീങ്ങുന്നു. ആഗോളതലത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിച്ചാൽ എന്താണ് തകരാറ്? മറ്റെല്ലാ സാധനങ്ങൾക്കും അത് ബാധകമല്ലേ? രാജ്യത്തെ വലിയൊരു വിലക്കയറ്റത്തിലേക്ക് തള്ളിവിട്ടു നരേന്ദ്രമോദി. രാജ്യത്തെ ഓയിൽ കമ്പനികൾക്ക് വേണ്ടി, കുത്തക പ്രമാണിമാർക്ക് വേണ്ടി പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഞാനന്ന് KPCC പ്രസിഡന്റായിരുന്നു. അന്ന് നരേന്ദ്രമോദിയും കൂട്ടരും പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിച്ചാൽ അതുമായി ബന്ധപ്പെട്ട അധിക വരുമാനം, കേരള സർക്കാരിന് കിട്ടുന്ന അധിക വരുമാനം വേണ്ടെന്ന് വെച്ച്, ആ പണം വേണ്ടെന്ന് വെച്ച് മാതൃക കാണിച്ചു ഉമ്മൻചാണ്ടി ഗവൺമെന്റ്. ഇപ്പോൾ ഈ സർക്കാർ എന്താ ചെയ്യുന്നത്? അവർ ആ പണം സ്വീകരിക്കുന്നു മാത്രമല്ല, വീണ്ടും ഇന്ധന നികുതി, ഇന്ധന സെസ് ഏർപ്പെടുത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതി. രാജ്യത്തെ സമാധാന പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്ന, സമാധാനം അട്ടിമറിക്കുന്ന നരേന്ദ്രമോദി, കേരളത്തിൽ സമാധാനം അട്ടിമറിക്കുന്ന പിണറായി വിജയൻ, രാജ്യത്തെ ദുരിതങ്ങളിലേക്ക്, ജനദ്രോഹ നടപടികളിലേക്ക് നീങ്ങുന്ന പിണറായി വിജയൻ, ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ താല്പര്യമില്ലാത്ത നരേന്ദ്രമോദി, ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ താല്പര്യമില്ലാത്ത പിണറായി വിജയൻ. ചുരുക്കി പറഞ്ഞാൽ, ഈ രണ്ട് ശക്തികൾക്കും എതിരായിട്ടുള്ള പോരാട്ടം, ഈ രണ്ട് ശക്തികളിൽ നിന്നും രാജ്യത്തെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള, നാടിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ല മാർഗമാണ് നമ്മുടെ മുന്നിൽ കൈവരുന്ന മാർഗമാണ് ഈ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ നമുക്ക് അഭിമാനിക്കാം. TN പ്രതാപൻ വളരെ അഭിമാനത്തോടുകൂടി തല ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. പാർലമെന്റിൽ തന്റെ ദൗത്യം നിറവേറ്റി, ജനങ്ങളോടുള്ള പ്രതിബദ്ധത നിറവേറ്റി, അഭിമാനത്തോടുകൂടി ജനങ്ങളെ സമീപിക്കുന്ന സന്ദർഭത്തിലാണ് ഈ തവണ ചില രാഷ്ട്രീയ മാറ്റങ്ങൾ, രാഷ്ട്രീയ സംഭവ വികാസങ്ങളെ തുടർന്ന് ചില തീരുമാനങ്ങൾ പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തുണ്ടായി. ഞാൻ TN പ്രതാപനെ ഹാർദമായി അഭിനന്ദിക്കുകയാണ്. ഞാൻ ഓർക്കുന്നത് PT തോമസിനെയാണ്. PT തോമസ് ഇടുക്കി MP ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന് തുടർന്ന് മത്സരിക്കാൻ അവസരം നൽകിയില്ല. ഒരക്ഷരം പറയാതെ, ഒരു തരത്തിലുള്ള പരിഭവം പ്രകടിപ്പിക്കാതെ നേരെ അദ്ദേഹം കാസർഗോഡിലേക്ക് വണ്ടി കയറി. കാസർഗോഡ് തന്റെ സഹപ്രവർത്തനായ T സിദ്ദിഖിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നേതൃത്വം കൊടുക്കാൻ വേണ്ടി. ആ PT തോമസിന്റെ അതേ പാതയിൽ ഞാൻ കാണുന്നത് പ്രതാപൻ പ്രിയപ്പെട്ട മുരളിക്ക് വേണ്ടി ചുമരെഴുതുന്നതാണ്. എന്തൊരു നല്ല സന്ദേശമാണ് അത് നൽകിയത്. മുരളിയോടൊപ്പം, മുരളിയെ സ്വീകരിക്കാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി അദ്ദേഹത്തോടൊപ്പം ചേർന്ന് ഓരോ കാര്യത്തിലും ശ്രദ്ധിക്കുന്ന, തന്നേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി മുരളീധരൻ തൃശൂരിൽ നിന്നും പാർലമെന്റിൽ പോകണം എന്നാഗ്രഹിച്ചുകൊണ്ട് പ്രതാപൻ നടത്ത ആ പ്രവർത്തനത്തെ ഞാൻ ഹാർദമായി അഭിവാദ്യം ചെയ്യുന്നു. ജനാധിപത്യ സംവിധാനത്തിൽ ഏവർക്കും ഒരു മാതൃകയാണ് ശ്രീ പ്രതാപന്റെ അസംബ്ലി. പ്രിയപ്പെട്ട മുരളി, കുട്ടിക്കാലം മുതലേ എനിക്കറിയാം. മുരളി രാഷ്ട്രീയത്തിൽ സജീവമായി, ഉരുളയ്ക്ക് ഉപ്പേരി പോലെ
എല്ലാത്തിനും ചുട്ട മറുപടി കൊടുക്കുന്ന മുരളി പാർലമെന്റേറിയൻ എന്ന നിലയിൽ പാർലമെന്റിൽ തിളങ്ങി. വടകരയിൽ മത്സരിക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടു. അദ്ദേഹം വടകരയിൽ പോയി. ഒരു ചാഞ്ചല്യവുമില്ലാതെ തെല്ലും പതറാതെ പാർട്ടി ഏൽപ്പിച്ച ദൗത്യം അദ്ദേഹം വടകരയിലെത്തിയ ദിവസം അന്ന് ഞാനുണ്ടായിരുന്നു. എന്തൊരാവേശമായിരുന്നു! ആ ജനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് മുരളി നിന്നു, പ്രവർത്തിച്ചു. പലരുടെയും CPM നേതാക്കന്മാരുടെ പ്രതീക്ഷകളെ അസ്ഥാനത്താക്കി അട്ടിമറിച്ചുകൊണ്ട് വൻ വിജയമാണ് പ്രിയപ്പെട്ട മുരളി. ഈ തവണ അദ്ദേഹം വടകരയിൽ മത്സരിക്കാൻ സർവ തയ്യാറെടുപ്പും നടത്തി. തനിക്കെതിരെ വന്ന സ്ഥാനാർത്ഥിയുടെ വാദങ്ങൾക്ക് കൃത്യമായും മറുപടി പറഞ്ഞുകൊണ്ട് കുതിച്ചു മുന്നോട്ട് പോകവേ, വിജയത്തിലേക്ക് കുതിക്കവെയാണ് പാർട്ടി നേതൃത്വം അദ്ദേഹത്തിന് പുതിയ ദൗത്യമേൽപ്പിച്ചത്. തൃശ്ശൂരിൽ പ്രത്യേക സാഹചര്യം ഞാൻ പറയേണ്ടതായിട്ടില്ലല്ലോ. പ്രത്യേക സാഹചര്യത്തിൽ തൃശ്ശൂരിൽ മുരളി മത്സരിക്കണം. നേതൃത്വത്തിന്റെ ആ ഒരു നിർദ്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. മാധ്യമങ്ങളോട് സംസാരിച്ചത് ആദ്യമാണ്. അന്ന് രാവിലെ മാധ്യമങ്ങളെ കാണാതെ മുരളി വൈകുന്നേരം ഞാൻ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി നേതൃത്വം ഏൽപ്പിച്ച ചുമതല, ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് തൃശ്ശൂരിലേക്ക് വന്നു. തൃശ്ശൂരിലെത്തിയ മുരളിക്ക് TN പ്രതാപന്റെ, ജോസ് വള്ളൂരിന്റെ, MP വിൻസെന്റിന്റെ, PA മാധവന്റെ, അബ്ദുൾമാൻകുട്ടിയുടെ ഒക്കെ നേതൃത്വത്തിൽ വൻ സ്വീകരണം നൽകി. തൃശ്ശൂർ യഥാർത്ഥത്തിൽ മുരളി ഏറ്റെടുത്തിരിക്കുകയാണ്. തൃശ്ശൂരിൽ നടക്കുന്ന നല്ല മത്സരമാണ്, സംശയമൊന്നുമില്ല. നല്ല മത്സരമാണ്. മുരളി എപ്പോഴും ആഗ്രഹിക്കുന്നതും ഈ നല്ല മത്സരമാണ്. കടുത്ത മത്സരത്തിലൂടെ ഞാൻ തിരുവനന്തപുരത്ത് താമസിക്കുന്ന വട്ടിയൂർക്കാവിൽ വൻ വിജയം നേടിയ പശ്ചാത്തലം അദ്ദേഹത്തിനുണ്ട്. വട്ടിയൂർക്കാവ് നേരത്തെ ഇടതുപക്ഷ മുന്നേറ്റമുള്ള സ്ഥലമാണ്. അവിടെ അദ്ദേഹം വിജയശ്രീയിലാണ് തന്നെ മുന്നോട്ട് വന്നത്. അപ്പോൾ വിജയിച്ചു കയറുന്ന പ്രതിസന്ധികളിൽ പാർട്ടിക്ക് വേണ്ടി ദൗത്യം ഏൽപ്പിക്കപ്പെടും, ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് വിജയിച്ച് മുന്നോട്ട് കയറുന്ന വിജയക്കുതിപ്പിലേക്ക് നീങ്ങുന്ന ഒരു പശ്ചാത്തലം മുരളിക്കുണ്ട്. എന്റെ പ്രിയപ്പെട്ട മുരളി, എന്റെ പ്രിയ അനുജൻ, പ്രിയ സഹോദരൻ, പ്രിയപ്പെട്ട മുരളി എല്ലാവിധ ഫാസിസ്റ്റ് ശക്തികളുടെ പ്രതിനിധികളെയും അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താക്കളെയും ഫാസിസ്റ്റ് പ്രവണതകളെയും ഇരുപക്ഷത്തുമുള്ള ഫാസിസ്റ്റ് പ്രവണതകളെയും ആസ്ഥാനത്താക്കിക്കൊണ്ട് തൃശ്ശൂരിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ കൊടിക്കൂറ പാറി പറപ്പിക്കും എന്ന ഉത്തമ വിശ്വാസം എടുക്കുന്നു. ആ വിശ്വാസത്തോടുകൂടി, ആ ആത്മവിശ്വാസത്തോടുകൂടി നമുക്ക് മുന്നോട്ട് കുതിക്കുക. അവസരവാദികൾക്ക്, ഭാഗ്യാന്വേഷികൾക്ക്, സ്ഥാനമോഹികൾക്ക്, അതുപോലെ തന്നെ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്ക്, അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താക്കൾക്ക് കൃത്യമായ മറുപടി നൽകി പരിപാവനമായ തൃശ്ശൂരിന്റെ മണ്ണിൽ ജനദ്രോഹ ശക്തികൾക്ക് തെല്ലും സ്ഥാനമില്ല എന്ന ശക്തമായ സന്ദേശം രാജ്യത്തിന് നൽകാൻ കെൽപ്പുള്ള പ്രിയപ്പെട്ട മുരളീധരന്റെ ആ മുന്നേറ്റത്തിൽ ഞങ്ങളൊക്കെ എപ്പോഴും കൂടെയുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മുരളിയുടെ വിജയം നമുക്ക് ആഘോഷിക്കണം. രാജ്യം ഉറ്റുനോക്കുന്ന വിജയമാണ്. ആ വിജയ കുതിപ്പിലേക്ക് തൃശ്ശൂരിനെ എത്തിക്കുക എന്ന ദൗത്യം അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നു. ആ വെല്ലുവിളി ഏറ്റെടുത്ത മുരളീധരനെയും ഹാർദമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമ്മേളനം, ഈ മഹാസമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതാണ്. അടുത്തതായി